പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം എന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മോളി. ഞാൻ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എനിക്കും എൻ്റെ മോൾക്കും മാതാവിൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹം ലഭിച്ചത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോള് OET പരീക്ഷ 6 പ്രാവശ്യം എഴുതി തോറ്റായിരുന്നു. 7ാം പ്രാവശ്യം പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ മോൾക്ക് ഇനി സഹായിക്കാൻ ആരുമില്ല, ഇപ്രാവശ്യം എൻ്റെ മോളെ അമ്മ പരീക്ഷയ്ക്ക് ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ പ്രാവശ്യം അവൾ പരീക്ഷയ്ക്ക് ജയിച്ചു. എൻ്റെ പേര് ആനി. ആദ്യമായി തന്നെ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു, തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ മമ്മി പറഞ്ഞതുപോലെ ഞാൻ 6 തവണ OET പരീക്ഷ എഴുതിയിട്ടും പാസ്സായിട്ടില്ലായിരുന്നു. എപ്പോഴും എനിക്ക് 2 ബിയും 2 സിയും അങ്ങനെയായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു തവണ പോലും എനിക്ക് ലിസണിങ്ങിനും റീഡിങ്ങിനും C മാത്രമേ കിട്ടിയിട്ടുള്ളൂ. C+ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 7ാം തവണ മമ്മി ഉടമ്പടി എടുത്തു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു, നീ എന്തായാലും ഇത്തവണ പാസ്സാകുമെന്ന് പറഞ്ഞു. ആ മാതാവിലുള്ള ഉറച്ച വിശ്വാസം എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും വയസ്സായവരാണ്. ഒരു കുഞ്ഞുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഉടമ്പടി എടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ മമ്മി എൻ്റെ കയ്യിൽ ഉപ്പും തേനും തന്നായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടക്കാതെ ചൊല്ലിയിരുന്നു. രാവിലെ ഞാൻ പോയി അവിടെ പരീക്ഷ എഴുതാൻ നേരത്ത് എനിക്കറിയത്തില്ല, ഞാൻ ലിസണിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ആരോ വന്ന് പറഞ്ഞു തരികയായിരുന്നു. എൻ്റെ കൈ റീഡിങ്ങിന് ഒരിക്കലും എനിക്ക് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു തവണ പോലും എനിക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് മാതാവ് എൻ്റെ ചെവിയിൽ വന്ന് ഉത്തരങ്ങൾ ഓരോന്നായി പറഞ്ഞു തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് ആദ്യമായിട്ട് തന്നെ എപ്പോഴും ഒരു 18 ദിവസം കൊണ്ട് എടുക്കുന്ന എക്സാം റിസൾട്ട് വെറും 6 ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ 6ാമത്തെ ദിവസം ഞാനിങ്ങനെ ലോഗിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം കയ്യിലെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ മാതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് 4 വിഷയങ്ങൾക്കും എനിക്ക് B കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ ഒക്ടോബർ മാസമാണ് മാതാവ് എന്നെ സഹായിച്ചത്. ആ 10 ദിവസവും ഞാൻ കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, പള്ളിയിൽ പോയായിരുന്നു. അപ്പോൾ മാതാവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ ആ 1 വർഷത്തേക്കും ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്രാവശ്യവും ഈ ഒക്ടോബർ മാസം ഞാൻ മുടക്കാതെ 10 ദിവസം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മമ്മി എനിക്ക് പത്രം കൊണ്ട് തരുമായിരുന്നു, ഞാനത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് ഒക്ടോബർ മാസം 9ാം തീയതി എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി, ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് ഈ മാസം തന്നെ ഞാൻ AWSന് വെച്ച് എനിക്ക് 31ാം തീയതി അത് 30ാം തീയതി എനിക്ക് കിട്ടിയാലേ ഉള്ളൂ, എനിക്ക് 31ാം തീയതി വിസയ്ക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ 30ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് അമ്മയുടെ മാസമാണ്, ഈ വണക്ക മാസത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ അമ്മ എനിക്ക് ഇതെല്ലാം ശരിയാക്കി തരണമെന്ന്. 29ാം തീയതി 30ാം തീയതി വരെ പോയില്ല. എനിക്ക് 29ാം തീയതി രാവിലെ എനിക്ക് എൻ്റെ AWS കിട്ടി. 30ാം തീയതിയിലേക്ക് ഞാൻ അപേക്ഷ വെച്ചു. 31ാം തീയതി ഞാൻ വിസയ്ക്ക് വേണ്ടി ഡൽഹിക്ക് പോയി. അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്തു. ഒരു 11 ദിവസത്തോളമൊക്കെ കിട്ടുന്നതായിരുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് തന്നെ കിട്ടി. മാതാവ് എന്നെ സഹായിച്ചു. എനിക്ക് വിസ വന്നു. ഞാൻ നാളെ അയർലൻഡിലോട്ട് പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ കരപിടിച്ചുയർത്തിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. അത്രയും വിഷമഘട്ടങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയത്. ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇതുവരെ നിനക്ക് പോകാറായില്ലേ എന്നൊക്കെ ഒത്തിരി ചോദിച്ചു. പക്ഷേ എനിക്ക് മാതാവിലുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ മാതാവ് കരകയറ്റുമെന്ന്. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. ഞാൻ ഉറച്ച് മാതാവിൽ വിശ്വസിക്കുന്നു. മാതാവിന് നന്ദി ഉണ്ടായിരിക്കട്ടെ. അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഞാൻ 15 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറവുണ്ടായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ ഈ ഫെബ്രുവരിയിൽ എനിക്കത് വീണ്ടും തുടങ്ങിയായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് കൊളോണോസ്കോപ്പി ചെയ്ത് മുഴുവനും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതലാവും, അതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ റിസൾട്ട് തന്നില്ല. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അപ്പം ആ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതലായിട്ട് ക്യാൻസറിൻ്റെ ഒരു അംശം കാണുന്നുണ്ട്. അംശം എന്ന് പറഞ്ഞാൽ 8ൽ 5 ഭാഗത്ത് എനിക്ക് കൂടുതലായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വരാൻ കാത്തിരുന്ന് അവിടെ ഇരുന്ന് വാർത്തിരുന്നപ്പോൾ എൻ്റെ മോളൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിക്കാശ് രൂപ എടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കെന്ത് രോഗങ്ങൾ വരുത്തിയാലും
കഠിനമായിട്ടുള്ള രോഗങ്ങൾ, ഞാൻ ഉദ്ദേശിച്ചത് ക്യാൻസർ തന്നെയാണ്. എനിക്കത് വരുത്തല്ലേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെതായി ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിൾ വചനം എൻ്റെ മനസ്സിലോട്ട് വന്നു. മരുന്നോ ലേപന വസ്തുക്കളോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ വചനം പറഞ്ഞ് ഞാൻ പറഞ്ഞു, ദൈവമേ അങ്ങയുടെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്, അതുപോലെ എനിക്ക് ആ ക്യാൻസർ വരുത്തില്ല എന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ യാതൊരു ലക്ഷണവും പോലും ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് കരകയറ്റി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി വാർക്കം നടക്കുന്ന ദിവസമായിരുന്നു. തലേദിവസം വരെ യാതൊരു കാലാവസ്ഥയ്ക്ക് കുഴപ്പം, നല്ല വെയിലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വാർക്കയ്ക്ക് തീരുമാനിച്ചു. പക്ഷേ അന്ന് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. മഴയൊന്നും തോരുന്നു പോലും ഇല്ലായിരുന്നു. വീട്ടിൽ വന്നിട്ടൊന്നും തോരുന്നില്ല. പണിക്കാർ വന്നു, അവർക്കുള്ള ഭക്ഷണത്തിലൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മണിയായപ്പം ഞാൻ ഉപ്പ് കയ്യിലെടുത്ത് മുറ്റത്ത് ഇറങ്ങി നിന്ന്, അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് നിന്നിരുന്നത്. ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനതാ മഴവെള്ളത്തിൽ കളിപ്പിച്ചിട്ടുണ്ട്. മാതാവേ ഇന്നെൻ്റെ വാർക്ക നടക്കണം, എനിക്ക് വാർക്ക തീരുന്നോടം വരെ മാതാവ് മഴ പെയ്യിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 10 മണിയായപ്പോൾ ഞങ്ങൾ വീട് വാർക്കുന്നിടത്തോട്ട് പോയി. അവിടെ ചെന്നപ്പം മഴ ശകലം കുറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ അന്നേരം ഉപ്പിരിപ്പണം. ഞാൻ ആ ഉപ്പെടുത്ത് ആ വാർക്കയുടെ സിമെൻറ്റൊക്കെ കൂട്ടുന്ന മെഷീൻ്റെ അകത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നാണെങ്കിലും പണിയെല്ലാം നടന്ന് അവർ വാർക്കയെല്ലാം പൂർത്തിയായി, കയ്യും കാലെല്ലാം കഴുകി എല്ലാം മൂടിയിട്ട് പുറത്തിറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് വഴിയിൽ നിൽക്കുകയായിരുന്നു. അത് അമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ എൻ്റെ മോളുടെ കാര്യം തന്നെയാണ്. അവൾക്ക് ഞാൻ ഈ കൊന്തമാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആദ്യമൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ മോൾക്ക് ഇതൊന്നും സാധിക്കുന്നില്ല, ഈ 10-ാം തീയതിക്ക് ഇപ്പറായിട്ട് അമ്മ എന്തെങ്കിലും എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അവൾ 8-ാം തീയതി ഏജൻറ്റിനെ വിളിച്ചു. 9-ാം തീയതി തന്നെ അവർക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. അതിലവൾ പാസ്സായി. പിന്നെ അവളുടെ പേപ്പർ വയ്ക്കുന്ന ദിവസം ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൊന്തമാസം തീരുന്നതിനിപ്പുറം എൻ്റെ മോളുടെ പേപ്പറെല്ലാം വെക്കാനുള്ള ഭാഗ്യം തരണേന്ന് പറഞ്ഞു. 31-ാം തീയതി അവൾക്ക് പേപ്പർ വെക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം വിസ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ സുവിശേഷപ്പെട്ടി എടുത്ത് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയായിരുന്നു. എന്നും ഞാൻ കരഞ്ഞാണ് മാതാവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. സുവിശേഷപ്പെട്ടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 30-ാം അധ്യായം 19-ാം വാക്യമാണ് എനിക്ക് കിട്ടിയത്. നിൻ്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും, അവിടുന്ന് ആ സ്വരം കേട്ട് നിനക്ക് ഉത്തരമരുളും എന്നായിരുന്നു. ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, അത് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നു. എന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ തടത്തിയാലും എൻ്റെ കൊച്ചിന് ഇത് സാധിച്ച് കിട്ടും എന്നുള്ള നല്ലൊരു വിശ്വാസത്തിൽ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമൊന്നും വന്നില്ല, എൻ്റെ കരച്ചിലൊക്കെ മാറിയായിരുന്നു. അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് എൻ്റെ മോൾക്ക് ഇന്നലെയാണ് വിസ കിട്ടിയത്. അവൾ നാളെ രാവിലെ അയർലൻഡിന് പോവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, കാരണം ഒരു തയ്യാറെടുപ്പും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഒരുക്കി തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇനി എൻ്റെ കാരുണ്യ പ്രവൃത്തിയിൽ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും അരിയും പയറ് പച്ചക്കറിയല്ല പല വ്യഞ്ജനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ പഞ്ചസാര തേയില ഇങ്ങനെ എന്നെ കഴിയുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്നൊക്കെ മേടിക്കാൻ ആശുപത്രിയിൽ ക്യാൻസർ രോഗികളാണെന്നോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രോഗികളാണ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസയും കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രഭാസന മാസിക മേടിച്ച് അത് പ്രാർത്ഥിച്ച്, അമ്മ ഇത് അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാനത് കൊടുക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എന്നും പള്ളിയിൽ പോകുന്നതിനുള്ള അനുഗ്രഹമുണ്ട്. പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ ഇന്ന് പോകത്തില്ലായിരുന്നു. മഴയുള്ള ദിവസമൊക്കെ ഞാൻ മടിച്ച് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എത്ര മഴയാണെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ 4:30 ആകുമ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി 5:30 മുമ്പായിട്ട് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 5:45 കുർബാന ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വന്ന് ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കും, അതിലും പ്രാർത്ഥിക്കും. മാതാവിൻ്റെ എണ്ണയും ഉപ്പും എല്ലാം ഉപയോഗിച്ച് ചെറിയ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. പുറപ്പാട് 33:13 അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അവിടുത്തെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. മോളി ജോസഫ് എന്ന ഈ സഹോദരിയും മകളും അമ്മ മാതാവിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് 6 തവണ OET പരീക്ഷ എഴുതി പരാജയപ്പെട്ട് വിദേശത്ത് പോകുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞ് ഏറെ ക്ലേശത്തിലും നിരാശയിലുമൊക്കെ ആയിപ്പോയ മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മകൾക്ക് ഉടമ്പടി എടുക്കുവാൻ ആ നാളുകളിൽ പല കാരണങ്ങളാൽ സാധിച്ചില്ല. സാക്ഷ്യകൂടാരത്തിൽ അവൾ പറയുന്നുണ്ട്, പലരും ഉടമ്പടി എടുത്ത് നന്നായി ജീവിക്കുന്നില്ല എങ്കിൽ ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായി പറയുന്നതും കേൾക്കുന്നത് കൊണ്ടും ഒരുക്കമില്ലാതെയും ഉടമ്പടി ജീവിക്കുവാനായിട്ട് നല്ല മനസ്സില്ലാതെയും ഉടമ്പടിയിലേക്ക് പ്രവേശിക്കരുതെന്ന് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടും എൻ്റെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരുന്നത് കൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ എപ്പോഴും ആശ്രയിച്ചിരുന്നത്. അമ്മയുടെ ഉടമ്പടിയോടൊപ്പം ചേർന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചിരുന്നു.
അത് അമ്മയോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേർന്ന, ഡെയിലി ബ്രെഡിൽ പങ്കുചേർന്ന, ഉടമ്പടി ധ്യാനം കൂടി, വചനം വായിച്ച്, അങ്ങനെ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് ആ ഉടമ്പടി മനസ്സാൽ സ്വീകരിച്ച് നയിച്ചതിനെയാണ് മകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ കൃപാവര പദ്ധതിയാണ്. ആ ഉടമ്പടിയിലൂടെ നമ്മൾ നമ്മളെ തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും പ്രത്യേകമാവിധം ഉടമപ്പെടുത്തുകയാണ്. അത് ഏറെ നെഗറ്റീവുമായ സാഹചര്യങ്ങളിൽ നമുക്ക് അമ്മമാരുടെ, മുതിർന്നവർക്ക് അമ്മമാരുടെ, അപ്പന്മാരുടെ ഉടമ്പടിയിൽ ആശ്രയിക്കാമെങ്കിലും ഉടമ്പടി അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് മറന്നു പോകരുത്. കാരണം അത് ദൈവവുമായിട്ടുള്ള ഏറ്റവും വ്യക്തിപരമായ ബന്ധമാണത്. ഉടമ്പടി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനാർത്ഥത്തിൽ ബന്ധമാണ്. വിഭജിക്കപ്പെടാത്ത ബന്ധം, അറ്റുപോകാത്ത ബന്ധം, ചഞ്ചലപ്പെടാത്ത ബന്ധം, വിശ്വസ്തത കൊണ്ട് വല്ലാതെ ഉറപ്പുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി എന്നത്. ആ ദൈവവുമായിട്ടുള്ള ഉറപ്പുള്ള ബന്ധത്തിൽ നമ്മൾ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിന്മേലും അമ്മ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കത് അനുഗ്രഹമാക്കി നൽകും. മകൾ നിറകണ്ണുകളോടെ സൂചിപ്പിച്ചത് 7ാമത്തെ തവണ OET എടുക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് നേർച്ച വസ്തുക്കൾ കൈമാറി. ഞാൻ അമ്മ മാതാവിൻ്റെ അരികിൽ കണ്ണീരോടുകൂടി അമ്മ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ജീവിക്കുന്നത് പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അത് എൻ്റെ ജീവിതത്തിന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമയച്ചുരുക്കത്തിന് അമ്മ ചുരുക്ക ദിവസത്തിനുള്ളിൽ റിസൾട്ട് നൽകുകയും എൻ്റെ വിദേശത്തേക്കുള്ള യാത്ര ചുരുക്ക നാളുകൾക്കുള്ളിൽ അമ്മ അനുവദിച്ച് നൽകുകയും പെട്ടെന്ന് പോകുവാൻ പറ്റുന്ന വിധത്തിലെല്ലാം ക്രമീകരിക്കുകയും ചെയ്തുവെന്ന പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയും, അസാധ്യമെന്ന് കരുതുന്നതിനുമേൽ ദൈവകരുതലും ദൈവകൃപയും നിറഞ്ഞൊഴുകുന്ന പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ മാത്രം OET വിജയിച്ചുവെന്ന്, വിസ പ്രോസസ്സ് വേഗത്തിലായെന്ന്, ചുരുക്ക മണിക്കൂറുകൾക്കുള്ളിൽ വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ജീവിക്കുന്ന ഓരോരുത്തരെയും, ഉടമ്പടിയിൽ നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗങ്ങളെയും അമ്മ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, അനുഗ്രഹമായി തീരും വിധം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ്. അതിന് മറ്റൊരു പ്രൂഫാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അത് ഭവനത്തിൻ്റെ വാർക്കൽ ദിവസമാണത്. തലേന്ന് വരെ നല്ല വെളിച്ചമുണ്ട്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം വാർക്കൽ നിശ്ചയിച്ച് അതിരാവിലെ മുതൽ വലിയ മഴ, പള്ളിയിൽ പോയി വരുമ്പോഴും നല്ല മഴ, ഒരു തരത്തിലും വാർക്കൽ പദ്ധതി മുന്നോട്ട് പോകില്ലെന്ന് പണിക്കാർ ഉറപ്പിച്ച് പറയുമ്പോഴാണ് അമ്മ തങ്ങൾ താമസിച്ചിരുന്നിടത്ത് ഉപ്പ് വിതറിക്കൊണ്ട് അമ്മ മാതാവിന് ഉടമപ്പെടുത്തി ഈശോയുടെ നാമം വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ആ വാർക്കൽ നടക്കുന്ന ഇടത്ത് ചെന്ന് അതിൻ്റെ മെഷീൻ്റെ ഉള്ളിലും ആ നിലത്തും അവിടെ ഉപ്പ് വിതറി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് കാലാവസ്ഥ നിയന്ത്രിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, ആകാശത്ത് കുട വിരിച്ചതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ മഴ പെട്ടെന്ന് മാറിപ്പോവുകയും പണിക്കാർ വേഗത്തിൽ പണിക്കിറങ്ങുകയും സന്ധ്യ വരെ മൂടിക്കെട്ട് നിന്നതല്ലാതെ ഒരു തുള്ളി വെള്ളം വീഴാതെ ആ വാർക്കൽ പൂർത്തിയാകുന്നത് വരെയും എൻ്റെ അമ്മ മാതാവ് ആ വാർക്കൽ പണി മുഴുവനും പൂർത്തീകരിച്ച് നൽകിയെന്ന്. അവരെല്ലാം തർപ്പണയിട്ട് മൂടി താഴെ ഇറങ്ങിക്കഴിഞ്ഞ് സുരക്ഷിതമായി കഴിയുമ്പോൾ പെട്ടെന്ന് ആകാശം പൊട്ടിപ്പിളർന്ന് മഴ പെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ദുരന്തങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിച്ച് കൂടെ നിന്ന് സഹായിക്കുമെന്ന് ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അമ്മ സന്ദേശം കൈമാറിയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തമുഖത്തും വിശ്വാസം ചഞ്ചലപ്പെടാതെ അമ്മയുടെ കരങ്ങളിൽ നമ്മളെ കൊടുക്കുവാനും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നിയോഗം സമർപ്പിക്കുവാനും നമുക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ അമ്മ ഈശോയോട് പറഞ്ഞ് കുരിശിന് കീഴെ മകൻ്റെ രക്തം കണ്ടുകൊണ്ട് അവൻ പതറാതിരിക്കുവാൻ അമ്മ കുപ്പുകരത്തോടെ മകന് പ്രാർത്ഥിച്ച് രക്ഷ പൂർത്തിയാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തെയും ദുരന്തത്തെയും അത് അകറ്റിമാറ്റി നമ്മുടെ അനുഭവങ്ങൾ സന്തോഷകരമാകും വിധം, നമ്മുടെ അനുഭവങ്ങൾ ദൈവകൃപയാകും വിധം നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുവാൻ അമ്മ കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പറയുന്നത്. എൻ്റെ മകൾക്ക് ലഭിച്ച വിജയമാവട്ടെ, എൻ്റെ വീടിൻ്റെ വാർക്കൽ പൂർത്തീകരിച്ചതാവട്ടെ, അത് രണ്ടും കൃപാസന മാതാവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ഈശോ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടിക്ക് നൽകിയ അനുഗ്രഹമാണെന്ന്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സംശയമില്ലാതെ കൊടുക്കാം.
വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തരും. ഈ അനുഭവങ്ങൾക്ക് ഈ കുടുംബത്തിന് അമ്മ മാതാവിൻ്റെ അരികിൽ ഈ കുടുംബത്തോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.